ഖുർആൻ പറഞ്ഞ എന്താ ഉമ്മയെ കുറിച്ചെന്നറിയോ? സൂര്യൻ എന്നാണ്. സൂര്യൻ. ഉമ്മ സൂര്യൻ തന്നെയല്ലേ? ഉമ്മ ഇല്ലെങ്കിൽ നമുക്ക് ആ വാപ്പുണ്ടോ? ഉമ്മ ഇല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? ഇല്ല. എവിടെയാണ് അല്ലാഹു അത് പറഞ്ഞത്? യൂസുഫ് അലൈഹിസ്സലാം പിതാവായ യാക്കൂബ് നബിയോട് താൻ കണ്ട ഒരു സ്വപ്നം പറയുന്നത്, യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ والشمس والقمر رأيتهم لي ساجدين യാ അബതി എന്റെ പിതാവേ ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. വശംസ വൽ ഖമർ ഞാൻ സൂര്യനെ കണ്ടു, ഞാൻ ചന്ദ്രനെ കണ്ടു. എന്തായിട്ട് കണ്ടു? റഅയ്തുഹും ലീ സാജിദീൻ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്. ഈ 11 നക്ഷത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ സഹോദരന്മാരായിരുന്നു. ചന്ദ്രൻ വാപ്പയായിരുന്നു, സൂര്യനോ ഉമ്മയായിരുന്നു. ശരിയാണ്, ആ ഉമ്മ സൂര്യശോഭയോടെ എത്ര പ്രായമായാലും ഉമ്മ ഒരു തണലാണ്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറയുകയാണ്, ആ ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ ഉണ്ടായ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ വിലമതിക്കുന്നവരാകണം. അത് നമ്മുടെ മേൽ നിർബന്ധമാണ്. അതായത് ആ ബന്ധത്തിനാണ് അല്ലാഹു തആല റഹിം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഗർഭപാത്രത്തിന് അറബിയിൽ റഹിം എന്നാ പറയാ. കുടുംബ ബന്ധത്തിനും അല്ലാഹു റഹിം എന്നാ പറഞ്ഞിട്ടുള്ളത്. അർഹാം, സിലത്തുർ റഹിം എന്ന് പറയും, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. മനസ്സിലായില്ല? ഏതാ കുടുംബ ബന്ധം? ജ്യേഷ്ഠനോടുള്ള ബന്ധം, അനുജനുമായിട്ട്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്ക ഉമ്മയായിരിക്കും. എന്തേ? അനുജൻ ഗൾഫിൽ പോയി, ജ്യേഷ്ഠനാണെങ്കിൽ കാര്യമായിട്ട് സൗകര്യമൊന്നുമില്ല, അവൻ ചെറിയൊരു കട നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ്. അനുജൻ ഗൾഫിലൊക്കെ പോയി, എന്നിട്ട് വലിയ വകുപ്പൊക്കെ ഉണ്ടായി, അവൻ വലിയ വീടൊക്കെ വെച്ചു, കല്യാണമൊക്കെ കഴിച്ചു. ജ്യേഷ്ഠനെ വീട്ടിലേക്ക് വരുത്താൻ പോലും ഒരു മടി. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിന്നെ അവരാകില്ല. അവരകന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടുപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. എത്ര അടുപ്പുണ്ടോ ആ അടുപ്പത്തിനനുസരിച്ചാണ് അകൽച്ചയുടെ അകലം കൂടുക എന്നുള്ളതാണ്. ബസ്സിൽ തല്ലുകൂടി 2 പേര്, ഒരു പ്രശ്നമല്ല. അത് കഴിഞ്ഞിട്ട് ഓൻ അവന്റെ പാട്ടേക്കും പോയി, അവൻ കാസർഗോട്ടേക്കും പോയി, നമ്മൾ ഇങ്ങോട്ട് കാഞ്ഞങ്ങാട്ടേക്കും പോയി. കാരണം നമ്മൾ വലിയ അടുപ്പില്ല. ആ കാണുന്ന സമയത്ത് വെറുതെ തല്ലുകൂടാതെ പോന്നാൽ, ഇടി കൂടാതെ പോയാൽ മോശമല്ല എന്നുള്ള നിലക്ക് ചെറുതായിട്ടൊരു ഇടി കൂടി, അത്ര ഉണ്ടാവുള്ളൂ. അതൊരു അകൽച്ച എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല. എന്നാ ബന്ധമുള്ളവരങ്ങനെയല്ല. ആ അകൽച്ച എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അകൽച്ചയായിരിക്കും. അല്ലാഹു കാക്കട്ടെ. ബറക്കത്ത് അങ്ങോട്ട് പോകും, വേറൊന്നുമില്ല, സമാധാനം അങ്ങോട്ട് പോകും. അപ്പൊ നമ്മളുടെയൊക്കെ നാട്ടിലുണ്ടാവുമല്ലോ പഴയ ആളുകള്, നാട്ടിലുണ്ടാവും ഒരു മൂത്ത കാരണവരുണ്ടാവും. ഈ കാരണവരുടെ പ്രത്യേകത എന്തായിരിക്കും? ആ കാരണവരായിരിക്കും വീട്ടിലെല്ലാ കാര്യങ്ങളും നടന്നത്. മൂത്ത ജ്യേഷ്ഠൻ ഒരു പിതൃതുല്യമായ ഒരു സ്ഥാനം ഒരുക്ക് നൽകും. എന്തേ കാര്യം? നമ്മൾ ഗൾഫിലൊക്കെ പോയ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. ഗൾഫിൽ എത്ര കൊല്ലായി? 30 കൊല്ലായി. എന്നിട്ട് വീടുണ്ടാക്കിയോ? വീടുണ്ടാക്കിയിട്ടില്ല, ഞാൻ തറവാട്ടിൽ തന്നെ താമസിക്കണത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ 3 പെങ്ങന്മാരെ കെട്ടിച്ച കഥ പറയും മൂപ്പര്. എന്നിട്ട് പറയും, അനുജനെ ഞാൻ പഠിപ്പിച്ചു, അവൻ എഞ്ചിനീയറൊക്കെ ഇപ്പം ഗൾഫിൽ വന്നിട്ട് നമുക്ക് 1 ലക്ഷം രൂപ ശമ്പളം എന്നൊക്കെ പറയും. അതിന് കൂടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അഭിമാനത്തോടു കൂടെ പറയും. ഇയാളാണെങ്കിലോ, ഇയാള് 10-30 കൊല്ലം ഗൾഫിൽ അധ്വാനിച്ചിട്ടും ഇയാൾക്കൊരു വീടും ആയിട്ടില്ല, ഇയാളുടെ മക്കളോട്ട് പഠനം കഴിഞ്ഞിട്ടില്ല, ഒരു ഒന്നിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇയാൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ദുന്യാവിലാണ് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവും എപ്പോന്നറിയോ? ഇത് ഇയാളൊരു കടപ്പാടായി പറയുമ്പോ അവിടെ പേടി. ഓ ഞാൻ അവൻ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അവൻക്കൊന്നും ചെയ്തില്ലല്ലോ, എന്നിട്ടാണ് അടി തുടങ്ങുക. അപ്പോഴാണ് ഉമ്മ കണ്ണീരൊഴുക്കുക. പടച്ചോനെ, എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാടുകളിലൊന്നും. അള്ളാഹു നമ്മുടെ കൂട്ടുകാരെ കാത്തുരക്ഷിക്കട്ടെ. വലിയ ബേജാറാണ്. കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന ജീവിച്ചാലും മരിച്ചാലും അനുഭവിക്കും. കാരണം ഒരു ഗർഭപാത്രത്തിൽ കിടന്നവരല്ലേ. ഹദീസ് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു എല്ലാ സൃഷ്ടികളെയും പടച്ചു, ഹത്താ ഇദാ ഫറഗ മിൻഹും,
അങ്ങനെ അതിൽ നിന്ന് അല്ലാഹു തആല വിരമിച്ചപ്പോൾ ഖാമത്തിർ റഹിമു, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ആ കുടുംബബന്ധം അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ നിന്നോട് മുറിക്കുന്നതിനെ തൊട്ട് കാവൽ തേടാൻ. കേട്ടോളൂ, ജ്യേഷ്ഠനോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ, അനുജനോട് പിണങ്ങിയവരുണ്ടെങ്കിൽ, നിങ്ങൾ കേവലമുള്ള പിണക്കമല്ല, നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങൾ വേദനിപ്പിച്ചത് നിങ്ങളുടെ ബാപ്പയാണെന്ന് കരുതിയിട്ട് ഈ ഹദീസ് കേട്ടോളൂ. അല്ലാഹു പറഞ്ഞു, അല്ലയോ കുടുംബ ബന്ധമേ, നിനക്ക് തൃപ്തിയല്ലയോ? അൻ അസ്ല മൻ വസലകി വഅഖ്തഅ മൻ ഖതഅകി. ആരാണോ നിന്നെ ചേർത്തത് അവരെ ഞാൻ ചേർക്കുക, ആരാണോ നിന്നെ മുറിച്ചത് അവരെ ഞാൻ മുറിക്കുക. നിനക്ക് തൃപ്തിയല്ലയോ? അങ്ങനെ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുമായിട്ടുള്ള ഈ ബന്ധത്തിന് സ്നേഹവും സഹായം നൽകിയവന് പടച്ചോന്റെ ഭാഗത്ത് നിന്നുള്ള ആ ചേർക്കൽ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ വിചാരിക്കും, ഓ, ഞാനതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് കുറച്ച് ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ലാഭമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടാവില്ല. അതേ സമയത്ത് ആ ബന്ധം മുറിച്ചവന് നിഅമത്തും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണല്ലോ, മാ മിൻ ദംബിൻ അജ്ദർ. അത്ര വലിയ ഒരു പാപമില്ല എന്നുള്ളതാണ്. എത്ര നാടുകളിലാണ് നടക്കുന്നറിയോ? ദൗർഭാഗ്യവശാൽ ഒരയൽവാസികളും ആയിരിക്കും, പിന്നെ പറയും വേണ്ട. ഒരു മതിലിന്റെ അപ്പുറപ്പുറമായിരിക്കും ജ്യേഷ്ഠനും അനുജനും. കണ്ടാ മുണ്ടൂല, മരിച്ചാ മുണ്ടൂല, കല്യാണത്തിന് മുണ്ടൂല. എന്താ ഇപ്പൊ അവിടെ ആന പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമല്ല, നിസ്സാരമായ എന്തെങ്കിലും കാരണമായിരിക്കും. നാട്ടുകാർക്കോ ഇതിനെങ്ങനെ ഊതിപ്പെരുപ്പിക്കാൻ വലിയ താല്പര്യമായിരിക്കും. എത്ര കേസുകളാങ്ങനെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ വാളിന്റെയൊക്കെ ഗുണം അതായി മാറും. ഒരൊറ്റ സലാമത്തിരുന്ന് എത്രയോ പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല. ഒരു സലാമത്തിരുന്ന പ്രശ്നങ്ങൾ നമുക്കിടയിൽ പലതും ഉണ്ടാവും. ആ സലാം പറയണതടുത്ത പ്രശ്നമുള്ളൂ. സലാം അങ്ങോട്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അതിന്റെ ഒന്നും ആവശ്യം ഒരു പക്ഷെ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ദുനിയാവിൽ നിന്ന് തന്നെ വേഗത്തിൽ ശിക്ഷ നൽകാൻ കാരണമായ ഏറ്റവും വലിയ പാപങ്ങളിൽ പ്രധാനപ്പെട്ടതാ ഖാതിഉ റഹിം, കുടുംബ ബന്ധത്തെ വിച്ഛേദിക്കുന്നയാൾ. അപ്പൊ എന്തേ കാരണം? അത് നമ്മുടെ ഉമ്മയെ വേദനിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടുണ്ടായതുകൊണ്ടാണ്. ഉണ്ടാവരുത്. ഇന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളം വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും പണമുള്ളവരിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടോ, ഉമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് മക്കളെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. എന്തുമ്മയോട് ചോദിച്ചു ചെയ്യാം, എല്ലാം ഉമ്മാന്റെ പൊരുത്തം അല്ലേ? ഇന്ന് ഭാര്യ പറയാണ്, നിങ്ങളുടെ ആ തള്ളയുടെ കൂടെ നിൽക്കാൻ വയ്യ, അത് കാരണത്താൽ വാടക വീട്, അത് കാരണത്താൽ വേറെ വീട്. ബർക്കത്തുണ്ടാവില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾ വലുതായി നിങ്ങളോടങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥ, വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ കൂടിയാണ്. ومن نعمره ننكسه في الخلق أفلا يعقلون. അല്ലാഹു പ്രായം നൽകി കഴിഞ്ഞാൽ പിന്നെ കീഴ്മേൽ മറിക്കൂന്നാണ്. ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മളൊക്കെ യുവാക്കളാണ്, പരിചയസമ്പന്നത കുറവാണ്. നിങ്ങളുടെ ഉമ്മായുടെ, നിങ്ങളുടെ അമ്മായി ഉമ്മയുടെ ആ തലമുടി നരച്ച ആ നിറം മാറിയ അവസ്ഥയുണ്ടല്ലോ, അതവരുടെ പരിചയ സമ്പന്നതയുടെ നിറമാണ്. അവരുടെ ശരീരത്തിലുള്ള ചുളിവുകൾ കാലമേൽപ്പിച്ച ചുളിവുകളാണ്. നമ്മൾ അവരുടെ വർത്തമാനം കേൾക്കുമ്പോ ഒരുപക്ഷേ ഇവർക്ക് ആധുനിക കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയില്ലേ എന്ന് കരുതി അവരെ നമ്മൾ അവമതിക്കരുത്. വലിയ ബേജാറാണ്. ഞാനൊരു ചെറുപ്പക്കാരന്റെ ഓട്ടോയിൽ കയറി എന്റെ നാട്ടിലുള്ള. അപ്പൊ ആ ഓട്ടോക്ക് അയാൾ പേരിട്ടിരിക്കുന്നത് മക്യാമ എന്നാണ്. സാധാരണ ഓട്ടോക്ക് ജന്നത്തുൽ ഫിർദൗസ് എന്നും തൗഫീഖ് എന്നും അങ്ങനെയുള്ള ഓരോ പേരുടെ അല്ലെങ്കിൽ മക്കളുടെ പേരൊക്കെ ഇടുമ്പോ ഇയാള് പേരിട്ടിരിക്കുകയാണ് മക്യാമ. ഞാൻ ചോദിച്ചു, അല്ല ഇതെന്താ ഇങ്ങനെ ഒരു പേര്? അയാളിനോട് പറഞ്ഞു, അതിന്റെ ഉമ്മായുടെ പേരാണ്. സംഭവം എന്താ? എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിൽ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മ, ആ ഉമ്മയാണ്
എനിക്ക് ഒരുപാട് സ്നേഹം നൽകിയത്, കാരുണ്യം നൽകിയത് ആ ഉമ്മ. എന്റെ വാപ്പ എന്നോട് വിട പറഞ്ഞു പോയതിനു ശേഷം ആ ഉമ്മ അയാളെ നോക്കാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകൾ കണ്ണീരോടെ അയാൾ എന്നോട് പറഞ്ഞു. ഒരാളുടെ ഫോൺ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിൽ സ്ക്രീൻ സേവർ ആയിട്ടുണ്ട് ഒരു വൃദ്ധ. ഇനിയിപ്പോ നാളെല്ലാവരും ഉമ്മാന്റെ ഫോട്ടോ എടുത്ത് സ്ക്രീൻ സേവർ ആക്കണം എന്നല്ല, അന്വേഷിച്ചപ്പോൾ ആളുടെ ഉമ്മയാണ്. ഉമ്മയോടുള്ളൊരു സ്നേഹം അത് പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് ഉമ്മാക്ക് തോന്നുകയും വേണം. എന്താ നിങ്ങൾ പകരം നൽകുക അല്ലേ? ആ തണലിന്റെ വിലയറിയണമെങ്കിൽ ഉമ്മ നഷ്ടപ്പെടണം. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയൂ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. കാരുണ്യക്കടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വേദന അറിഞ്ഞ ആളായിരുന്നു. അബവാഇന്റെ തീരത്ത് ആമിന ബീവി 6 വയസ്സായ കുഞ്ഞുമോനെ ഉമ്മു ഐമന്റെ കയ്യിലേൽപ്പിച്ച് വിട പറയുമ്പോൾ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ മദീനയുടെ തെരുവിലൂടെ നടന്നു പോവുകയാണ് റസൂലുള്ളാഹി തങ്ങൾ കണ്ടു. ഏതാനും ഒരു കബറെന്ന് തോന്നിക്കുന്ന ഒരു ഭാഗത്തുകൂടെ അവിടുന്ന് നടന്നു. സ്വഹാബികൾ പറയാണ്, നബിയുടെ പിന്നാലെ ഞങ്ങളും ചെന്നു. അങ്ങനെ റസൂലുള്ള കരഞ്ഞു. ബക്കൈന, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. നബി ഞങ്ങളോട് ചോദിച്ചു, സ്വഹാബ നിങ്ങൾ എന്തിനാണ് കരഞ്ഞു പോയത്? അവിടുന്ന് പറഞ്ഞു, യാ ഹബീബല്ലാഹ് ബക്കൈത ഫബക്കൈനാ. നബിയെ നിങ്ങൾ കരഞ്ഞു, അത് കണ്ടപ്പോ ഞങ്ങളും കരഞ്ഞു. നിങ്ങൾ എന്തിനു കരഞ്ഞു? അവിടുന്ന് പറഞ്ഞു, ഹാദാ ഖബ്റു ഉമ്മി ആമിന. ഹബീബായ റസൂലുള്ളാഹിക്ക് ഏകദേശം 6 വയസ്സാകുന്നത് വരെ മാത്രം അവിടുത്തെ സ്നേഹം നൽകാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഖബറാണിത്. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. തണലറിയണം. ഉമ്മല്ലെങ്കിൽ അതറിയും, പാപ്പില്ലെങ്കിൽ അതറിയും, ആ സങ്കടം അറിയും. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഉമ്മല്ലെങ്കിൽ എന്താണ് ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയായിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് എന്നാലും നമ്മളൊക്കെ എത്ര വലുതായാലും നമ്മളുടെ നമ്മളൊക്കെ നമ്മുടെ ഉമ്മാക്ക് ചെറിയ കുട്ടികളാണ്. ആ സ്നേഹത്തിന് എന്ത് പകരം നൽകും? പ്രത്യേകിച്ച് വിദേശത്ത് പോകുമ്പോ നിങ്ങൾ കേൾക്കാറില്ലേ, ഉമ്മ എന്താ ചോദിക്കുക, നീ എപ്പോഴാ വരുന്നത് അല്ലേ? ഉമ്മയുടെ ചോദ്യതാണ്, നീ എപ്പോഴാ വരുന്നത്? നിന്റെ അയൽവാസി പോകുമ്പോ, നിന്റെ റൂംമേറ്റ് പോകുമ്പോ നിനക്ക് വേണ്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മയുടെ സ്നേഹമുണ്ടല്ലോ. എനിക്ക് തോന്നാറുണ്ട് മലയാളത്തിൽ ഉമ്മയെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയ ആള് വൈക്കം മുഹമ്മദ് ബഷീർ ആയിരിക്കും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് പരീക്ഷയ്ക്ക് എഴുതി വിജയിച്ചോരെ ഞാൻ ചോദിക്കണില്ല, പരീക്ഷ എഴുതിയവരെന്ന് കൈപ്പൊക്കിക്കേ. പാത്തുമ്മയുടെ ആട് പരീക്ഷ എഴുതിയവരെന്ന് കൈപ്പൊക്കിക്കേ. ഒരാളെ പാത്തുമ്മയുടെ ആട് പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളൂ, 2 ആളായി. ഉണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എന്നാലും കുറവാട്ടോ. ഒക്കെ ഇംഗ്ലീഷ് മീഡിയം തോന്നുന്നുണ്ടല്ലേ? അതോ 10 എത്തല് ജൈനമ്പന്നെ വിസ വന്ന് പോകലാണോ? അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. പാത്തുമ്മയുടെ ആട് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ 10ലുണ്ടോ? അത് മക്കളെ 10ാം ക്ലാസ്സിലുള്ള ഉണ്ടോ? ഇപ്പൊ 10ലുണ്ടോ? അത് ഇല്ല, ഇപ്പൊ 10ലില്ല. പാത്തുമ്മയുടെ ആടിലാണ് ഉമ്മയെ കുറിച്ച് രസകരമായിട്ട് ബഷീർ എഴുതിയിട്ടുള്ളത്. ബഷീർ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഒരിക്കൽ ബഷീർ ഇങ്ങനെ ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ വന്നു, മോനെ ഒരു 5 രൂപ വേണം. അപ്പൊ ബഷീർ വേഗം 5 രൂപ എടുത്തു കൊടുത്തു. ഉമ്മ കരഞ്ഞു. അപ്പൊ ബഷീർ കരുതി 5 രൂപ ഞാൻ കൊടുത്തതിന്റെ സന്തോഷം കൊണ്ട് കരയാണ്. ഉമ്മ എന്തിനാ കരയുന്നത്? എടാ നിന്നോട് എനിക്ക് 10 രൂപ ചോദിക്കാൻ പറ്റിയില്ലല്ലോ, അത് ചോദിച്ചാൽ നീ എനിക്ക് അത് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരഞ്ഞു എന്നാണ് ബഷീർ പറയുന്നത്. പക്ഷേ ആ ഉമ്മയുടെ സ്നേഹം ബഷീർ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ബഷീറിന്റെ ഒരു പുസ്തകമാണ് ഓർമ്മക്കുറിപ്പ്. അതിലാദ്യത്തെ കഥ അമ്മ. ബഷീർ കഥാകാരനാണല്ലോ. ഉമ്മയെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നാട്ടിൽ നിന്ന് വൈക്കത്ത് നിന്ന് ഓരോ ലേഖനങ്ങളും മറ്റുമൊക്കെ എഴുതി ഉപ്പു സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത്
ഇങ്ങനെ കിറ്റ് ഇന്ത്യയിലൊക്കെ പങ്കെടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് അയാളെ പുറത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിടിക്കും എന്നുള്ളത് കൊണ്ട് മൂപ്പര് ഹിമാലയത്തിലും വേറെ ഓരോ നാടുകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിനിടയിൽ അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ദൂരെ ഏതോ ദേശത്ത് കഴിയുന്ന മകന് അമ്മ എഴുതുകയാണ്, മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അക്ഷരവടിവില്ല, വ്യാകരണമില്ല, എന്നാലും മകൻ കാണാനുള്ള അമ്മയുടെ മോഹം ആ വരികളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബഷീർ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഉമ്മയെ പോയിട്ടൊന്ന് കാണണം. ആരും കാണാതെ രാത്രി 3 മണിക്ക് ബഷീർ വൈക്കത്തെത്തി. അവിടെ നിന്ന് 7 നാഴിക അപ്പുറത്തുള്ള തലയോല പറമ്പിലേക്ക് ബഷീർ നടന്നു. അങ്ങനെ നടന്ന് ബഷീർ തലയോല പറമ്പിലെത്തി. ഇരുട്ടാണ്. അങ്ങനെ എത്തി, വീടിന്റെ പറമ്പിലെത്തി. വീടിന്റെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയപ്പോ വാതിൽ പഴുതിലൂടെ ബഷീർ കാണുകയാണ്, വിളക്കും കത്തിച്ചു വെച്ച് ചോറും വിളമ്പി വെച്ച് ഉമ്മ കാത്തിരിക്കുന്നു. ബഷീർ വാതിലിൽ മുട്ടി. ഉമ്മ വാതിൽ തുറന്നു. വെള്ളം കൊടുത്തു പറഞ്ഞു, മോനെ കൈ കഴുക്. മകൻ കൈ കഴുകി. ചോറിങ്ങനെ കഴിക്കുമ്പോ ഉമ്മയോട് ബഷീർ ചോദിച്ചു, ഉമ്മ, ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? മോനെ, ഞാൻ ഇന്ന് വരുമെന്ന് കരുതിയിട്ട് ഓരോ ദിവസവും ഇതുപോലെ ഭക്ഷണം വിളമ്പി വെച്ച് നിനക്ക് ഞാൻ കാത്തിരിക്കാറുണ്ട്. ചിന്തിച്ചു നോക്കൂ, അനുഭവമാണ്. ദാറുൽ ഹുദയിൽ ഞാൻ പോകുന്നത് 10ാമത്തെ വയസ്സിലാണ്. അങ്ങനെ 12 കൊല്ലം ദാറുൽ ഹുദയിൽ നിങ്ങളുടെ പരിസരത്തുണ്ടല്ലോ, മലബാർ ചട്ടഞ്ചാലുണ്ടല്ലോ, ദാറുൽ ഹുദയുടെ സ്ഥാപനങ്ങളായ ബഹുമാനപ്പെട്ട മാലിക് ദീനാർ കോളേജ് ഉണ്ടല്ലോ. എന്നതുപോലെ ദാറുൽ ഹുദയിൽ ഞങ്ങൾ പോകുന്നത് 12 കൊല്ലം അവിടെ പഠിച്ചു. ഇടക്കിടക്ക് ഉമ്മയുടെ അടുക്കൽ വന്ന് പറയും, ഉമ്മ ഞാൻ പോരാണ്. പക്ഷേ ഉമ്മ ഒരിക്കലും സമ്മതിക്കാറില്ല. ഓരോ മാസം ഞാൻ ലീവിന് വരുമ്പോഴും എന്റെ ഉമ്മ എനിക്ക് വേണ്ടി വെള്ളമൊലിച്ച ഒരു മിഠായി തരും, ഉറുമ്പരിച്ച ഒരു ഹലുവയുടെ കഷ്ണം തരും. വീട്ടിലേതെങ്കിലും വിരുന്നുകാര് വരുമ്പോ അത് ഉമ്മ നമുക്ക് വേണ്ടി എടുത്തു വെച്ചതാണ്. അതാണ് ഉമ്മയുടെ സ്നേഹം. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. അല്ലാഹു ഉമ്മാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ദഅവത്തുൽ വാലിദത്തി അസ്റഉൽ ഇജാബ. ഉമ്മയുടെ ദുആ വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ദുആയാണ്. കാരണം ഹിയ അർഹമു മിനൽ അബി, വാപ്പയേക്കാൾ കരുണാവാരിധിയാണ് ഉമ്മ എന്ന് മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? നിങ്ങളാണോ നിങ്ങളുടെ ഭാര്യയാണോ നിങ്ങളുടെ മക്കളോട് വലിയ കാരുണ്യം കാണിക്കുക? ചിന്തിച്ചു നോക്കൂ. ഉദാഹരണം, ഒരു ജ്യേഷ്ഠനും ഒരു അനുജനുണ്ട്. അനുജൻ ഗൾഫിലൊക്കെ പോയി അത്യാവശ്യം സൗകര്യമുണ്ട്. അപ്പൊ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും അനുജൻ ഗൾഫിൽ പോയിട്ടാണ് ഉഷാറായി തോന്നുന്നുണ്ട്. ഏതായാലും അനുജൻ ഗൾഫിലൊക്കെ പോയിട്ട് വളരെ ഉഷാറായി. ജ്യേഷ്ഠ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. വിസക്ക് 1-2 കൊടുത്തു നോക്കി, എവിടെയും ശരിയായില്ല. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ ഉണ്ടാവും വാപ്പ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോ കടയിൽ കച്ചവടമൊക്കെ നടക്കുന്നില്ലേ? അപ്പൊ കളിയൊക്കെയാണ്. കാരണം കടയിലൊക്കെ ഉച്ചവരെ ഇങ്ങനെ നടന്ന് ചോറ് വയ്ക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ചെയ്യണോനെ മണ്ടക്കൊന്ന് കൊടുക്കണം, അത് വേറെ കാര്യം. അങ്ങനെ അങ്ങോട്ട് ചീത്തോടും, ഇടങ്ങനെ നടന്നോ. ഇവിടേക്ക് എങ്ങനെ ഭാഷ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഭാഷയാണ്. ഇങ്ങനെ നടന്നോ, എന്താടാ നീ ഇങ്ങനെ നടന്നിട്ട്? നിന്റെ അനുജൻ കണ്ടോ പോയിട്ട് എന്തൊക്കെയാണ് അവന് കഴിഞ്ഞ മാസം എനിക്ക് 5000 രൂപ അയച്ചെന്ന്. വാപ്പാക്കിനി വല്ലതും വേണമെങ്കിൽ വീണ്ടും എന്നോട് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. നീ ഇതുവരെ എനിക്കൊരു 10 രൂപ തന്നിട്ടുണ്ടോ? ചീത്ത അങ്ങോട്ട് പറഞ്ഞ് അവനെ ഒലുമ്പുക എന്ന് പറയും. ആകെ അവനെ അങ്ങോട്ട് വേദനിപ്പിച്ച് ഇവൻ കരയണോ കരയണ്ടേ അഭിപ്രായ വ്യത്യാസത്തിലിരുന്നു. ഏതായാലും ഉമ്മ ചോറോടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിളമ്പി അതിങ്ങനെ കഴിക്കുമ്പോ ഉണ്ടാവും ഉമ്മ ഇങ്ങനെ നോക്കുന്നു, ഇവൻ കരയുന്നുണ്ടോ? എന്നിട്ട് ഇടക്ക് പറയും, ഉമ്മ സാരല്ലടാ, വാപ്പ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ എന്ന്. നമ്മൾ കരയണത് ഉമ്മാക്ക് സങ്കടമാണ്, ഉമ്മ കരയണതോ നമുക്കൊട്ട് സങ്കടമല്ല. ഉമ്മാന്റെ കണ്ണീര് നമ്മൾ കാരണത്താൽ വീണാൽ ഗുണം ഉണ്ടാവില്ല. ഉമ്മ കാരുണ്യവതിയാണ്. ഹിയ അർഹമു മിനൽ അബീ,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവം പറഞ്ഞുവല്ലോ. ഇസ്രായീൽ അലൈഹിസ്സലാം ഏറ്റവും കൂടുതൽ റൂഹ് പിടിക്കുമ്പോൾ വേദനിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായപ്പോ ആളുകളൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. ഒരു കുഞ്ഞുമായിട്ട് ആ കുഞ്ഞിന്റെ ഉമ്മയോട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരികയാണ്. വെള്ളം ഇങ്ങനെ വന്ന് ആ ഉമ്മ ഒരു മലയുടെ മുകളിലേക്ക് കയറി. വെള്ളം വീണ്ടും കുതിച്ചു വരികയാണ്. തിരമാലകൾ ഇങ്ങനെ വരികയാണ്. അവസാനം ആ പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തി. ആ ഉമ്മ ആ കുഞ്ഞിനെ ഇങ്ങനെ മുകളിലേക്ക് പിടിച്ചു. വെള്ളം വീണ്ടും കയറി. അങ്ങനെ കയറി കഴുത്ത് വരെ മൂക്ക് വരെ അവസാനം ആ ഉമ്മയെ മുങ്ങിപ്പോകുന്നത് വരെ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച ആ മരണമാണ് റൂഹ് പിടിക്കുമ്പോൾ അസ്രാഈലിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് താരീഖിന്റെ കിതാബുകളിൽ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. വിടൂല, ഞാൻ പോയാലും എന്റെ ജീവൻ പോയാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുതെന്ന് നമ്മൾ എത്ര വലുതായാലും മോഹിക്കുന്ന ആ ഉമ്മയുണ്ടല്ലോ. മാമിൻ റജുലിൻ യൻദുറു ഇലാ ഉമ്മിഹി നളറ റഹ്മത്തില്ലാഹ്. ഉമ്മയെ കാരുണ്യത്തോടെ ഒരാൾ നോക്കിയാൽ ഇല്ലാ കാനത്തു ലഹു ഹജ്ജതൻ മഖ്ബൂലതൻ മബ്റൂറ. ഏറ്റവും ഗുണം ചെയ്ത ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ, ലോകത്ത് എവിടെ പോവാനും കാഞ്ഞങ്ങാട് നിരാഹാര സമരം ഉദ്ഘാടനം ഉണ്ട്. അപ്പൊ അതിനൊന്ന് പോവണം. നിരാഹാര സമരം ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അവിടെ ഏതായാലും പോകണം. അങ്ങനെ എല്ലായിടത്തും പോകാനും നമുക്ക് എല്ലാം റെഡിയാണ്. പക്ഷേ ഉമ്മാന്റെ അടുത്തുനിന്ന് പോയിട്ട് 5 മിനിറ്റ് ഉമ്മാനോട് വർത്താനം പറയാം. നമ്മൾ അങ്ങനെ ആവണം. റസൂലിനോട് സ്വഹാബി പറഞ്ഞു, നബിയേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം 100 തവണ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ 1,00,000 തവണ നോക്കിയാൽ അല്ലാഹു തആല ഉത്തമമായി കൂലി തരാൻ കഴിയുന്ന ആളാണ്. അല്ലാഹു നന്നായി കൂലി തരാൻ കഴിയുന്ന ആളാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്ക്രീനിൽ കൺപ്രസംഗം കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോടും കൂടിയാ ഞാൻ പറയുന്നത്. ഉമ്മമാരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളുടെ ഭാഗത്ത് നിന്ന് ഉമ്മയെ അവഗണിക്കുന്ന ഉമ്മ ഒരിക്കലും നിങ്ങളുടെ അടിമയല്ല. അങ്ങനെ വിചാരിക്കണ കുറെ ആൾക്കാരുണ്ട്. ഖിയാമത്തിന്റെ അടയാളാ അന്തലിദൽ അമതു റബ്ബതഹാ. അടിമ യജമാനന്, അടിമ സ്ത്രീ യജമാനനെ പ്രസവിക്കുക. ഉമ്മയെ കേവലം അടിമയെ പോലെ കാണുക. ഭാര്യയുടെ ഉമ്മയും കാണാൻ പാടില്ല, അവനവന്റെ ഉമ്മയും കാണാൻ പാടില്ല. ഉമ്മാർക്കൊരു സ്വഭാവമുണ്ട്, മരുമക്കളെ വലിയ ഇഷ്ടപ്പെടുന്ന ഉമ്മമാരുണ്ടാവും. അമ്മായിമ്മയായിരിക്കും ഭയങ്കര സ്നേഹാവൂലേ. ഇവിടെ നിന്ന് അങ്ങനല്ലേ? അല്ലെ, ഇവിടെ ഞങ്ങളുടെയൊക്കെ നാട്ടില് കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ആ സൽക്കാരത്തിന് അമ്മായിമ്മ കൊടുക്കുന്ന ഒരു സ്നേഹോപഹാരമുണ്ട്. ഇവിടെ അതുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട്. കോഴിമുട്ടയാണ് കൊടുക്കുക, നല്ല പുഴുങ്ങിയ കോഴിമുട്ട. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ലേ? പടച്ചോ, ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുകൊണ്ടിരുന്ന തോന്നണത്. യാ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. അങ്ങനെ അമ്മായിമ്മയുടെ ആദ്യത്തെ ഉപഹാരം 3 കോഴിമുട്ടയാണ്. ഇവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയ 3 കോഴിമുട്ട കിട്ടുന്നത്. ഇവൻ ഇതിപ്പോ 3 ഒന്നിച്ച് തിന്നണ്ടേ? ഭയങ്കര ഡൗട്ടിന്റെ ഇടയിൽ ഇവൻ ഇങ്ങനെ ഇരിക്കണ സമയത്താണ് ഇവന്റെ ഒരു മഹാവികൃതിയായ ഒരു അളിയൻകുട്ടിനെ എന്ന് പറഞ്ഞു വണ്ടിയൊക്കെ വിട്ടിട്ട് അവൻ ഇങ്ങനെ വന്നിട്ട് മെല്ലെ അതിൽ നിന്ന് 1 മുട്ട. യാ അല്ലാഹ്, 1 പോയി, ബാക്കി 2 ഏതായാലും കഴിക്കണം. ഇവൻ അതങ്ങനെ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹോർലിക്സിന്റെ ഒരു മുറുക്കൊക്കെ കുടിച്ചിട്ട് ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കുകയാണ്. ആദ്യത്തെ പുതിയാപ്പിളായിട്ട് ചെല്ലുമ്പോൾ ഒരു ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുമല്ലോ, പിന്നെ അല്ലേ നാണൊക്കെ പോവാറുള്ളത്. ഏതായാലും ഇവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഗിയറൊക്കെ മാറ്റിയിട്ട് അളിയൻകുട്ടി വന്നിട്ട് അടുത്ത കോഴിമുട്ടയും. പടച്ചോനെ, 2 പോയി, ഇനി 1 ഉള്ളൂ. ഇത് ഏതായാലും കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്താണ് ഇവൻ മറ്റൊന്ന് വായിൽ വെച്ചിട്ട് അളിയൻകുട്ടി 3ാമത്തെ എടുക്കുമ്പോ ഒരൊറ്റപ്പിടുത്താണ്, വക്കവിടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മായിമ്മ വലിയൊരു കോപ്പയിൽ ഹോർലിക്സ്, അത് സാരല്ല, 2 ഏതായാലും നീ തിന്നില്ലേ, ആ 1 ഏതായാലും അവന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ അമ്മായിമ്മയുടെ അടുക്കൽ 2 കോഴിമുട്ട തന്നയാളും യാ അല്ലാഹ് ആകെ പെട്ടതായിട്ടാണ് കഥ. അങ്ങനെ സ്നേഹത്തോടെ നമ്മെ
പാലും തേനും കോഴിമുട്ടയൊക്കെ തരുന്ന അമ്മായിയും ഉണ്ടല്ലോ, ഒരിക്കലും നമ്മുടെ അടിമയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ അടിമയല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഭാര്യയുടെയും അടിമയല്ല. അങ്ങനെയാണെന്ന അഭിപ്രായമില്ല. പക്ഷെ അവരുടെ പ്രസവ കാലഘട്ടത്തിൽ പലപ്പോഴും നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന സമീപനം നമ്മൾ സ്വീകരിക്കുമ്പോ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമുക്ക് ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ വലിച്ചെറിയുവാനുമുള്ള ഒന്നല്ല നമ്മുടെ ഉമ്മ. അവർ നമ്മുടെ എത്രയോ മുകളിലാണ്. പകരം നൽകാൻ കഴിയാത്ത, പകരം നിർത്താൻ കഴിയാത്ത ഏറ്റവും വലിയ സമ്പത്താ ഉമ്മയാണ്. മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്നല്ലേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ ഉമ്മ എന്നെ വേദനിപ്പിക്കുകയാണ്, എന്നെ ചീത്ത പറയാണ്. ഞാൻ എന്ത് ചെയ്യണം നബിയേ? ഞാൻ എന്റെ ഉമ്മാക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, മോനെ, ആ ഉമ്മയോടുള്ള കടപ്പാട് നീ വീട്ടിക്കോ. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണം ആ ഉമ്മ മുറിച്ചെടുത്താലും ഉമ്മയോടുള്ള കടപ്പാടിന്റെ 4/1 പോലും വീട്ടിയാണല്ല നീ. എന്നിട്ട് പറഞ്ഞു, മോനെ, അമാ അലിംത, നിനക്കറിയില്ലേ, അന്നൽ ജന്നത തഹത അഖ്ദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാലടി കീഴിലാണ് സ്വർഗമെന്ന കാര്യം നിനക്കറിയില്ലേ മോനെ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മയുടെ കാലടി കീഴിലാണ് സ്വർഗം. അത് നമ്മൾ നേടിയേ മതിയാവും. നമ്മുടെ വീട്ടിലെ റാണിയാവണം അവര്. ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. അമ്മായി എന്ന് പറഞ്ഞാല് വാപ്പായുടെ സഹോദരിയാണ് അമ്മായി. എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായിയെ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചയച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. അമ്മായിക്ക് 2 മക്കൾ, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയെ നേരത്തെ കല്യാണം കഴിച്ചയച്ചു. അതിന്റെ അമ്മായിക്കാക്ക മരിച്ചു. ഈ ടേംസ് തന്നെയാണ് ഇവിടേക്കുള്ളത്. അമ്മായി എന്നല്ലേ പറയാ, അല്ലെ? അമ്മായി. അങ്ങനെ കല്യാണം കഴിച്ചയച്ചു. കല്യാണം കഴിച്ചയച്ചിട്ട് അവരിങ്ങനെ താമസിക്കണം. ചെന്നൈയിലാണ് അവർ. ഈ ചെറുപ്പക്കാരൻ നല്ലോണം പഠിക്കും, ചെറിയ കുട്ടിയാണ്, നല്ലോണം പഠിക്കും. അമ്മായി അടുത്ത വീട്ടിലെ പണിക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള ഉമ്മമാരുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ നാടിന്റെ വീടിന്റെ അടുത്തുള്ള പാടത്ത് ഇങ്ങനെ ഞാറ് നടുന്ന ഉമ്മമാരെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും എന്തിനാണ് ഇപ്പൊ എന്റെ ഉമ്മയൊന്നും അങ്ങനെ പണിക്ക് പോലല്ലോ, എന്തിനാ ഇവരും ഇങ്ങനെ പണിക്ക് പോകണമെന്നാലേക്കും. പിന്നെയാണ് മനസ്സിലായത്, അവർ വിധവകളാണ്. അല്ലേ? വിധവകളാ. വൈദവ്യത്തിന്റെ നൊമ്പരം പേറുമ്പോ മറ്റൊരു കല്യാണം കഴിക്കാനുള്ള യൗവനമുണ്ടായിട്ടും അനാഥരായ തന്റെ മക്കളെ പോറ്റാൻ പാടത്തും പറമ്പിലും പണിക്ക് പോകുന്ന ഉമ്മമാരെ പോലെ ലോകത്ത് ത്യാഗം സഹിച്ചവരുണ്ടോ? അങ്ങനെയൊക്കെ ഉള്ളവര് ചിലപ്പോ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അള്ളാഹു അമ്മാരുടെ, ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. ചില കുട്ടികൾ ചെറുപ്പത്തില് വലിയ കഷ്ടപ്പാടും അധ്വാനമൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവർക്ക് അള്ളാഹു വലിയ ദുആണ്. ഉമ്മയുടെ ദുആല്ലേ? വയനാട് ഭയങ്കര സമ്പന്നരായ ഒരു വിഭാഗമുണ്ട്, വലിയ മലഞ്ചരക്ക് വ്യാപാരികൾ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു അവിടുത്തെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. ആ മഹാൻ അവിടെ ഒരു മദ്രസന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നു. അങ്ങനെ വന്ന് ബഹുമാനപ്പെട്ട ഒരു ആളുകളോട് കൂടെ ഇങ്ങനെ തിരിച്ചു പോവാണ്. അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അന്ന് ഈ മതിൽ കെട്ടുകളും മറ്റൊന്നുമില്ല, വെയിലി അരികിൽ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് തങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തിരിക്കുമ്പോ തങ്ങൾ ഇങ്ങനെ പോണ സമയത്ത് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, തങ്ങൾ പാപ്പ, ഞങ്ങൾക്കൊക്കെ ദ്വാരക്കണട്ടോ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ്, അപ്പോ വിളിച്ചു പറഞ്ഞിട്ട് തങ്ങൾ പാപ്പ തിരിഞ്ഞു നോക്കി. ആരപ്പ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു? അടുത്തവരോട് ചോദിച്ചു പറഞ്ഞു, ആ സ്ത്രീയുടെ ഭർത്താവ് ഇപ്പൊ അടുത്ത് മരിച്ചിട്ടുള്ളൂ എന്നാണ്. എന്നാ അവിടെ നിന്ന് പോയി ദ്വാരക്കാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി ദ്വാരന്നു. പട്ടിണി പാവങ്ങൾ, 5-6 ആൺകുട്ടികള്, ചെറിയൊരു പെൺകുട്ടിയൊക്കെ ഉള്ള അങ്ങനെയുള്ളൊരു ചെറിയ കുടുംബം. ആ സ്ത്രീ പറയാണ്, തങ്ങൾ അന്ന് വന്ന് ദ്വാരുന്നു. അതിനുശേഷം ഞാമത്തുകൾ മക്കളൊക്കെ വലുതായി. ഇന്ന് വയനാട്ടെ വലിയ മലഞ്ചരക്ക് വ്യാപാരികളാണ്. തങ്ങളുടെ ദ്വാ മാത്രമല്ല, ആ ഉമ്മാന്റെ ഒരു ആഗ്രഹമാണ്. അതാണ്
എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ല. ചിന്തിച്ചു നോക്കുക. ഉമ്മയെ സ്നേഹിക്കാൻ, ഉമ്മയെ ബഹുമാനിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടെ പറയട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിഷയമൊന്നും പൂർത്തീകരിച്ച് പറയാൻ സമയം നിങ്ങളെ സംഘാടകരോട് കോപിക്കരുത്. എന്നോട് സംഘാടകർ നാളെ നേരം എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ വെസ്റ്റ് കോസ്റ്റിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സുഹൃത്ത് റിയാസ് റഹ്മാനി ഈ പരിപാടിക്ക് എന്നെ ബുക്ക് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ ഞാൻ വെച്ചിരുന്നു, എനിക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിപാടി വെസ്റ്റ് കോസ്റ്റിന് പോകണം. എനിക്ക് ആ വെസ്റ്റ് കോസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നമ്മുടെ ഒരു ജോലി ചെയ്യുന്ന ആളുടെ മൈഷത്ത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള, അതിനോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാഹുവിലൊക്കെ ഖൈർ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിങ്ങനെ വാളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ നമ്മളൊരു ജോലി, വാളിന്റെ മുമ്പേ ഉള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യേണ്ട. ഒരു ചെറിയ സ്ഥാപനം മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ അതിനൊരു കോട്ടം വരിക, അവിടെ നമ്മളുടെ ഒരു അസാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എവിടെ വാളതിന് പോയാലും ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അവിടെ ഞാൻ എത്താറുണ്ട്. ഒരു 1-2 മണിക്കൂറെങ്കിലും കോളേജിൽ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ ഒന്ന് നോക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് സിദ്ദീഖിനെയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ നിങ്ങൾ ഒരിക്കലും അയാൾ നേരത്തെ നിർത്തി പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടെ നിങ്ങളോട് ആവശ്യപ്പെടാണ്. 1-2 കാര്യങ്ങളും കൂടെ പറയാണ്. ഉമ്മയെ വേദനിപ്പിച്ചാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. ഒരു പോയി. ഉമ്മയെ വേദനിപ്പിച്ചാൽ ഖബറിൽ മര്യാദ കിടക്കാൻ കഴിയില്ല. ഉമ്മയെ വേദനിപ്പിച്ചാൽ മഹ്ശറിൽ അല്ലാഹുവിന്റെ നോട്ടുണ്ടാവൂല. ഖാല നബിയുനാ മുഹമ്മദ് മുസ്തഫ. അൽഖമ റളിയല്ലാഹു അൻഹു മരിക്കാൻ പോവാണ്. കലിമ ചൊല്ലിക്കൊടുത്തപ്പോൾ കലിമ ചൊല്ലുന്നില്ല. സ്വഹാബിയാണ്. റസൂലുള്ളാഹി ഓടിച്ചെന്നു. അൽഖമക്ക് കലിമ ചൊല്ലേ കൊടുത്തു, ചൊല്ലുന്നില്ല. ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് വേദനിക്കുന്ന എന്തെങ്കിലും അൽഖമ ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ നബിയേ. അൽഖമ ഒരിക്കലും എന്നെ സ്നേഹിക്കാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഭാര്യയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. റസൂൽ ചോദിച്ചു, ഉമ്മ നിങ്ങളത് പുറത്തു കൊടുക്കോ? ഇല്ല നബിയേ, ആ വേദന മാറ്റാൻ കഴിയില്ല. എന്നാൽ വിറക് കൊണ്ടുവരൂ. എന്തിനാ വിറക്? അവിടെന്ന് പറഞ്ഞു, അത് അൽഖമയെ കരിക്കുവാനാണ്. വേണ്ട നബിയെ, എന്റെ മോനൊന്നും ചെയ്യല്ലേ, ഞാനവന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഉമ്മ